നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം റിവിഷൻ ഉണ്ടായിരുന്നില്ലേ? ഡേ 22 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിലെ ടോപ്പിക്സ് ഫുള്ളായിട്ട് എല്ലാവരും റിവൈസ് ചെയ്ത് സെറ്റായിട്ടിരിക്കുവാണ് എന്ന് ഞാൻ വിചാരിക്കുക. നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണേ. റിവിഷൻ എക്സാം ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. 25 ചോദ്യങ്ങളുണ്ട്. 23 മാർക്കാണ് കട്ട് ഓഫ്. നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. താഴെ മാർക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ പ്രാവിന്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് കളരവം, കബോധം, പാരാവതം, സാരംഗം. 2. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും പട്ടണം എന്നർത്ഥം വരുന്ന പദം കണ്ടെത്തുക. പുടഭേദനം, ശശാദനം, പാശം, ഹരിണം. 3. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തുളസി എന്ന പദത്തിന് സമാന പദം കണ്ടെത്തുക. രസാളം, വൃന്ദ, സുകുമാരകം, മാതംഗം. 4. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റം. താഴെ പറയുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം കണ്ടെത്തുക. മെഴുക് ചൂടാക്കുന്നു, കുപ്പി പൊട്ടുന്നു, മാങ്ങ പഴുക്കുന്നു, പേപ്പർ ചുരുട്ടുന്നു. 5. ചുവടെ തന്നിരിക്കുന്നതിൽ പണനയത്തിന്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ബാങ്ക് റേറ്റ്, തുറന്ന വിപണി പ്രവർത്തനം, കരുതൽ ധന അനുപാതത്തിലെ മാറ്റം. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. 6. ബാങ്കുകൾ കരുതൽ ധനമായി സൂക്ഷിക്കുന്ന പണവും ബാങ്കിലെ മൊത്തം ഡെപ്പോസിറ്റും തമ്മിലുള്ള അനുപാതത്തിന് പറയുന്ന പേരെന്ത്? കറൻസി ഡെപ്പോസിറ്റ് അനുപാതം, റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി അനുപാതം, ഹൈ പവേർഡ് പണം. 7. ബാങ്ക് ദേശസാൽക്കരണത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 4 പ്രസ്താവനയുണ്ട്. ആദ്യത്തേത്, 1969 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. രണ്ടാമത്തേത്, രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ നീലം സഞ്ജീവ റെഡ്ഡിയായിരുന്നു ഇന്ത്യൻ രാഷ്ട്രപതി. മൂന്നാമത്തേത്, ഇന്ത്യയിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1982 ഏപ്രിൽ 15-നാണ്. 4-മത്തെ പ്രസ്താവന, നിലവിൽ ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾ 12 എണ്ണമാണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് കണ്ടെത്തുക. 8. റിപ്പോ റേറ്റിനെ പറ്റി താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് ഉള്ളത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആദ്യത്തേത്, ഇത് എല്ലായ്പ്പോഴും ബാങ്കിന്റെ റേറ്റിൽ കുറവാണ്. രണ്ടാമത്തേത്, ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. മൂന്നാമത്തേത്, ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. 4-മത്തേത്, ഇത് ഈടാക്കുമ്പോൾ പാർശ്വസ്ഥങ്ങൾ ഉണ്ടാവാറില്ല. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. 9. ചുവടെ തന്നിരിക്കുന്നതിൽ ഓവർ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന മറ്റൊരു തരം വായ്പ. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരം. സാധാരണയായി സ്ഥിര നിക്ഷേപ രീതിയുള്ളവർക്ക് ആണ് ഈ അവസരം നൽകുന്നത്. 4-മത്തേത്, സാധാരണയായി പ്രചലിത നിക്ഷേപ രീതിയുള്ളവർക്കാണ് ഈ അവസരം നൽകുക. 10. ചുവടെ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. 4 എണ്ണം തന്നിട്ടുണ്ട്. അലുമിനിയം ബോക്സൈറ്റ്, സിങ്ക് കുപ്രൈറ്റ്, അയൺ മാഗ്നറ്റൈറ്റ്, കോപ്പർ പൈറേറ്റ്സ്. ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതാം. 11. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. രണ്ടാമത്തേത്, വായുവിന്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതുക. 12. ചുവടെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ പ്രധാന നാണ്യവിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? പരുത്തി, എണ്ണക്കുരുക്കൾ, ചണം, കുരുമുളക്.
13. അറബിക്ക, റോബസ്റ്റ എന്നിവ ചുവടെ പറയുന്നവയിൽ എന്തിന്റെ ഇനങ്ങളാണ്? റബ്ബർ, പരുത്തി, തേയില, കാപ്പി. 14. എവ്രിബഡി ഡാഷ് ലിസണിംഗ് ടു മ്യൂസിക്. ലവ്സ്, ലവ്, ലവിംഗ്, വിൽ ലവിംഗ്. 15. The house with its contents dash insured. Was, where, are, none of these. 16. 2022 ലോറസ് സ്പോർട്സ് അവാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 4 പ്രസ്താവനയുണ്ട്. ആദ്യത്തേത്, സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് മാർക്സ് വെസ്റ്റപ്പനാണ്. രണ്ടാമത്തേത്, സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. മൂന്നാമത്തേത്, സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് എലൈൻ തോംസൺ ആണ്. നാലാമത്തേത്, ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ടോം ബ്രാഡിക്കാണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. 17. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയത്തിന് പറയുന്ന പേരെന്ത്? വെയിറ്റിംഗ് ടൈം, ലേറ്റൻസി സമയം, ടേൺ അറൗണ്ട് സമയം, സീക്ക് സമയം. 18. ഒരു പട്ടികയുടെ രൂപത്തിൽ വരികളും നിരകളുമായി ക്രമീകരിച്ചിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റിന് പറയുന്ന പേരെന്ത്? നോട്ട് പാഡ്, സ്പ്രെഡ്ഷീറ്റ്, ഡേറ്റാബേസ്, വേർഡ്. 19. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അന്തരീക്ഷ പാളി ഏതാണെന്ന് കണ്ടെത്തുക. 3 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേത്, നിശാമേഘങ്ങൾ കാണപ്പെടുന്ന പാളി. രണ്ടാമത്തേത്, ഉൽക്കകൾ ഈ മണ്ഡലത്തിൽ പ്രവേശിക്കുമ്പോൾ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നു. മൂന്നാമത്തേത്, ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി. ഏതാണ് ഈ പാളി? ഓപ്ഷൻ നോക്കാം. ട്രോപ്പോസ്ഫിയർ, മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ. ഉത്തരം എഴുതിക്കൊള്ളൂ. 20. 115 ഓം പ്രതിരോധമുള്ള ഒരു താപന ഉപകരണത്തിലൂടെ 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ഉപകരണത്തിന്റെ പവർ എത്രയാണ്? അടുത്ത ചോദ്യം, ടങ്സ്റ്റൺ ഫിലമെന്റ് ആയി ഉപയോഗിക്കാനുള്ള കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇൻകാൻഡസൻ ലാമ്പിൽ ടങ്സ്റ്റൺ അല്ലേ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് ആയി ഉപയോഗിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാ ചോദിച്ചേക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഉയർന്ന റെസിസ്റ്റിവിറ്റി, കുറഞ്ഞ ദ്രവണാങ്കം, നേർത്ത കമ്പികളാക്കാൻ കഴിയുന്നു, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. 22. പ്രതിരോധകങ്ങൾ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നതിന്റെ ഫലമായി സർക്യൂട്ടിൽ ഉണ്ടാവുന്ന സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? സഫല പ്രതിരോധം കൂടുന്നു, ഓരോ പ്രതിരോധത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയില്ല, ഓരോ പ്രതിരോധത്തിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും, ഓരോ പ്രതിരോധത്തിലൂടെ ഒഴുകുന്ന കറണ്ട് ഒരുപോലെയായിരിക്കും. 23. ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആദ്യത്തേത്, ചുണ്ണാമ്പ് ഗുഹകൾ രൂപം കൊള്ളുന്നത് അപരദനം മൂലമാണ്. രണ്ടാമത്തേത്, ചുണ്ണാമ്പ് ഗുഹകൾ രൂപം കൊള്ളുന്നത് നിക്ഷേപണം മൂലമാണ്. മൂന്നാമത്തേത്, ഗുഹയുടെ മേൽക്കൂരയിൽ നിന്നും തുള്ളിയായി വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ വീഴുമ്പോൾ അവിടെ അടിഞ്ഞുകൂടുന്ന ചുണ്ണാമ്പ് നിക്ഷേപം താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നു. ഈ ഭൂരൂപങ്ങളെ സ്റ്റാലഗ്മൈറ്റുകൾ എന്ന് പറയുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതുക. 24. ബോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്. 25. മൊറൈനുകൾ താഴെ പറയുന്നവയിൽ എന്തിന്റെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപമാണ്? കാറ്റ്, തിരമാല, ഹിമാനി, ഒഴുകുന്ന ജലം. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു 25 ചോദ്യം. ആൻസേഴ്സ് കിട്ടിയെന്ന് വിശ്വസിക്കുക. അപ്പൊ ഇനി എന്തായാലും ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ
പ്രാവിന്റെ പര്യായ പദത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഡി ആണ്, സാരംഗം. സാരംഗം എന്നാൽ മാൻ എന്നാണ് അർത്ഥം. 2. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും പട്ടണം എന്നർത്ഥം വരുന്ന പദം കണ്ടെത്തുക. പുടഭേദനം. പുടഭേദനം എന്നാൽ പട്ടണം. ശശാദനം എന്ന് വെച്ചാൽ എന്താ? പരുന്തിന്റെ പര്യായ പദമാ. പാശം എന്നത് കയറിന്റെ പര്യായ പദമാണ്. ഹരിണം എന്നാൽ മാനിന്റെ പര്യായ പദമാണ്. 3. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തുളസി എന്ന പദത്തിന് സമാന പദം. തുളസി വൃന്ദയാണ്, വൃന്ദ. 4. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റം. താഴെ പറയുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം കണ്ടെത്തുക. സി ആണ്, മാങ്ങ പഴുക്കുന്നു. 5. ചുവടെ തന്നിരിക്കുന്നതിൽ പണനയത്തിന്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഈ തന്നിരിക്കുന്ന 3 പണനയത്തിന്റെ ഉപകരണങ്ങളാണ്. ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. 6. ബാങ്കുകൾ കരുതൽ ധനമായി സൂക്ഷിക്കുന്ന പണവും ബാങ്കുകളിലെ മൊത്തം ഡെപ്പോസിറ്റും തമ്മിലുള്ള അനുപാതത്തിന് പറയുന്ന പേര് റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ. റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ. 7. ബാങ്ക് ദേശസാൽക്കരണത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? തെറ്റായിട്ടുള്ളത് സി ആണ്. ഇന്ത്യയിൽ 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1980 ഏപ്രിൽ മാസം 15-നാണ്. അതാണ് കറക്റ്റ്. ഇവിടെ 82 എന്നല്ലേ കൊടുത്തിരുന്നേ, അപ്പൊ അത് തെറ്റിപ്പോയി. 8. റിപ്പോ റേറ്റിനെ പറ്റി താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ആദ്യത്തെ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ 1, 2, 3 എന്നുള്ള ഓപ്ഷനാണ് ശരി, ബി. 9. ചുവടെ തന്നിരിക്കുന്നതിൽ ഓവർ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? സി ആണ്. സാധാരണയായി പ്രചലിത നിക്ഷേപ രീതി ഉള്ളവർക്കാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന അവസരം നൽകുന്നത്, സ്ഥിര നിക്ഷേപം അല്ല. അപ്പൊ ആ പ്രസ്താവന തെറ്റാ. 10. ചുവടെ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്, ശരിയാണ്. സിങ്കിന്റെ അയിരല്ല കുപ്രൈറ്റ്, കോപ്പറിന്റെ അയിരാണ് കുപ്രൈറ്റ്, അത് തെറ്റിപ്പോയി. അയണിന്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്, കോപ്പർ പൈറൈറ്റ്സ്. 1, 3, 4 ആണ് ശരി, ബി. 11. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായവ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും തെറ്റാണ്, ബി ആണ്. 2 പ്രസ്താവനകളും തെറ്റാണ്. അതായത് വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നതിനെ കാൽസിനേഷൻ എന്നാ പറയുന്നത്. വായുവിന്റെ സാന്നിധ്യമാണെങ്കിൽ റോസ്റ്റിംഗ്. അത് രണ്ടും തിരിഞ്ഞുപോയി. അപ്പോൾ 2 പ്രസ്താവനകളും തെറ്റാണ്. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ പ്രധാന നാണ്യവിളകളിൽ ഉൾപ്പെടാത്തത് എണ്ണക്കുരുക്കളാണ്. എണ്ണക്കുരു എന്ന് വെച്ചാൽ എന്തുവാ? അത് ഒരു ഭക്ഷ്യവിളയാ. അടുത്ത ചോദ്യം, അറബിക്ക, റോബസ്റ്റ എന്നിവ ചുവടെ പറയുന്നവയിൽ എന്തിന്റെ ഇനങ്ങളാ? കാപ്പിയാണ്, കാപ്പി. 14. എവ്രിബഡി ഡാഷ് ലിസണിങ് ടു മ്യൂസിക്. എവ്രിബഡി ലവ്സ് ആണ്. എവ്രിബഡി, സംബഡി, എനിബഡി അതിനൊക്കെ ശേഷം സിംഗുലാർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത 15. ദ ഹൗസ് വിത്ത് ഇറ്റ്സ് കണ്ടൻസ് ഡാഷ് ഇൻഷ്വേർഡ്. വിത്ത് ഉപയോഗിച്ച് 2 സബ്ജക്റ്റിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വേർബ് എഴുതാൻ. ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് ദ ഹൗസ് ആണ്. ദ ഹൗസ് സിംഗുലർ ആണ്, അതുകൊണ്ട് വാസ്. ഈ റൂൾ അറിയത്തില്ലെങ്കിൽ കൂടി നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷനിൽ 2 എണ്ണം പ്ലൂറൽ തന്നിട്ടുണ്ട്, 1 എണ്ണം സിംഗുലർ തന്നിട്ടുണ്ട്. ഓഡ് വൺ ഔട്ട് എടുത്താലും ഉത്തരം കിട്ടും. 16. 2022 ലോറസ് സ്പോർട്സ് അവാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ബി ആണ്. 2022 സ്പോർട്സ്മാൻ ലോറസ് സ്പോർട്സ് അവാർഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മാസ് വെസ്റ്റപ്പനാണ്, കാറോട്ടം. 17. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയത്തിന് പറയുന്ന പേര് സി, ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത്. 18. ഒരു പട്ടികയുടെ രൂപത്തിൽ വരികളും നിരകളുമായി ക്രമീകരിച്ചിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റിന് പറയുന്ന പേര് സ്പ്രെഡ്ഷീറ്റ് ആണ്, ബി. 19. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അന്തരീക്ഷ പാളി ഏതാണെന്ന് കണ്ടെത്തുക. ഏതാ? മീസോസ്ഫിയർ ആണ്, മീസോസ്ഫിയർ. അടുത്തൊരു പ്രോബ്ലം ചെയ്യാനാ. 115 ഓം പ്രതിരോധമുള്ള ഒരു താപന ഉപകരണത്തിലൂടെ 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ഉപകരണത്തിന്റെ പവർ എത്രയാണ്? ഇവിടെ പവർ അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളേ.
പവറിന്റെ ഇക്വേഷൻ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഐ തന്നിട്ടുണ്ട്, ഐയും തന്നിട്ടുണ്ട്, ഐ അതായത് 2 ആംബിയർ എന്ന് തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്, 115 ഓം. അപ്പൊ ഐയും 6ഉം വരുന്ന പവറിന്റെ ഇക്വേഷൻ ഏതാ? I² R എടുത്താൽ മതി. I² R എന്ന ഇക്വേഷൻ എടുത്താൽ മതി. ഐ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2² ഇൻറ്റു 115, അതായത് 2² എന്ന് പറയുമ്പം 4 ഇൻറ്റു 115 ചെയ്യുമ്പം ആൻസർ കിട്ടും. എത്ര വാട്ടാണ്? 460 വാട്ടാണ് ആൻസർ. അടുത്ത ചോദ്യം, ടങ്സ്റ്റൺ ഫിലമെന്റായി ഉപയോഗിക്കാനുള്ള കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് കുറഞ്ഞ ദ്രവണാങ്കം. അത് തെറ്റാണ്, ഉയർന്ന ദ്രവണാങ്കമാണ്. ഇനി 22, പ്രതിരോധകങ്ങൾ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നതിന്റെ ഫലമായി സർക്യൂട്ടിൽ ഉണ്ടാവുന്ന സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് സി ആണ്. ഓരോ പ്രതിരോധകത്തിലും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമല്ല, വ്യത്യസ്തമായിരിക്കും. തുല്യമായിരിക്കുന്നത് എവിടെയാണ്? സമാന്തര രീതിയിൽ ഘടിപ്പിക്കുമ്പോഴാണ്. 23, ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണേ. അപ്പോ 1ഉം 3ഉം മാത്രം. സി. നിക്ഷേപണം മൂലമല്ല, അപരദനം മൂലമാണ് ചുണ്ണാമ്പ് ഗുഹകൾ രൂപം കൊള്ളുന്നത്. 24, ബോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശ് ആണ്. ഡി. 25, മൊറൈനുകൾ താഴെ പറയുന്നവയിൽ എന്തിന്റെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്നു? സി ആണ്, ഹിമാനിയാണ്, ഹിമാനി. ഓക്കെ, ഇത്രയായിരുന്നു 25 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ഏതെങ്കിലും പോർഷൻ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുവെങ്കിൽ അത് വീണ്ടും എടുത്ത് പഠിച്ച് തറവാക്കാൻ വേണ്ടി ശ്രമിക്കാം. റിപ്പീറ്റ് ലേണിംഗ് ആണ് വേണ്ടത്. ഓക്കെ, റിവിഷൻ റിവിഷൻ റിവിഷൻ, എക്സാം അതല്ലേ നമ്മുടെ സ്ട്രാറ്റജി. ഇപ്പൊ റിപ്പീറ്റ് ആയിട്ട് റിവിഷൻ ചെയ്തോളാം, എക്സാംസ് അറ്റൻഡ് ചെയ്തോളാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.